കാസർഗോഡ്, അതായത് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുനിന്ന് അങ്ങ് ബേക്കൽ കോട്ടയുടെ പരിസരത്തുനിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുന്നേ തന്നെ കെട്ടും കിടക്കുകയൊക്കെ ആയിട്ട് ഇവിടെ എത്തിയ ഒരു സംഘത്തെ ഇവിടെ ഞാൻ കണ്ടു. നമുക്ക് അവരോട് വിശേഷങ്ങൾ ചോദിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കാം. കാസർഗോഡ് നിന്ന് വന്നവരാണ് അല്ലേ? അതെ. എന്താ പേരെല്ലാവരുടെയും? എൻ്റെ പേര് പത്മാവതി. പത്മാവതി. ആ. രമ്യ. രാജശ്രീ. ശൈലജ. വിനോഷ്. ഷാമിനി. രാജേശ്വരി. അമൃത ശരത്ത്. അപ്പൊ നിങ്ങൾ ഇത്രയും പേരൊരു സംഘമായിട്ട് വന്നതാണ്? ഇനിയും ഉണ്ട്. എത്ര പേരാ മൊത്തത്തിൽ വന്നിട്ടുള്ളത്? ഇപ്പോൾ ഒരു 10-15 ആൾക്കാർ, 12 പേരുണ്ട്. എല്ലാ വർഷവും ഇതുപോലെ ഇത്രയും ആൾക്കാരാണോ വരാറുള്ളത്? അല്ല, ഇനി കൂടുതലുണ്ട്. സംഘമായിട്ടാണോ എല്ലാവരും സാധാരണ എത്താറുള്ളത്? അതെ. എത്ര വർഷമായിട്ടാണ് ഇങ്ങനെ സംഘമായിട്ട് വരുന്നത്? 4 വർഷമായി. 4 വർഷം. 4 വർഷമായി സംഘമായി കാസർഗോഡ് നിന്ന് വരുന്നതാണ്. സത്യം പറഞ്ഞാൽ തിരുവനന്തപുരത്തുകാർക്കുണ്ടല്ലോ, നിങ്ങൾ കാസർഗോഡുകാരുടെ ഭാഷ അധികം അങ്ങോട്ട് മനസ്സിലാവത്തില്ല. അപ്പം നിങ്ങൾ വളരെ അച്ചടക്കത്തോടുകൂടി സംസാരിക്കുന്ന കേൾക്കുമ്പോൾ എനിക്കറിയാതെ എനിക്ക് മനസ്സിലാവണമെന്നുള്ളത് കൊണ്ട് കൂടിയാണ് കാസർഗോഡ് ഭാഷയെ പറ്റി ഞാൻ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തായിരുന്നു. അപ്പോൾ ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരുമ്പോൾ ഉള്ള ഒരു അനുഭവത്തെക്കുറിച്ച്, മനസ്സിന് തരുന്ന സംതൃപ്തിയെക്കുറിച്ച് ഒന്ന് പറയുക. നമുക്ക് വിചാരിച്ച കാര്യം സാധിക്കുന്നുണ്ട്. ഒരു സമാധാനം, സ്വസ്ഥതയും ഉണ്ട്. എല്ലാം. ഈ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാന വഴിപാടാണ് പൊങ്കാല എന്ന് പറയും. അപ്പോൾ നമ്മളിപ്പോൾ കാര്യങ്ങൾ സാധിക്കണം എന്നതുകൊണ്ട് മാത്രമല്ല, ഏറ്റവും കൂടുതൽ നമ്മുടെ വിശ്വാസം അല്ലേ, ദേവിക്ക് പൊങ്കാല അർപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വിശ്വാസമാണ്. എങ്കിലും നമ്മുടെ വ്യക്തിപരമായ അനുഭവത്തിൽ ഒരുപാട് നിങ്ങൾക്കൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവില്ലേ? ഞാനിവിടെ വന്ന് പൊങ്കാല ഇട്ടത് കൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു കാര്യം സാധിക്കാൻ പറ്റി, അങ്ങനെ എന്തെങ്കിലും എടുത്തു പറയാനുണ്ടോ? കഴിഞ്ഞ പൊങ്കാലക്ക് ഞാനിവിടെ വന്നിരുന്നു. എൻ്റെ മൂത്ത മകൾ കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ കൂടെ സന്തോഷകര ജീവിതം കിട്ടിയിട്ടില്ല. ആ സമയത്താണ് ഞാനിവിടെ വന്നത്. ഈ കഴിഞ്ഞ കൊല്ലം, മുമ്പത്തെ വർഷം. ഈ വർഷം ആകുമ്പോഴത്തേക്കും എൻ്റെ മകൾ ഇപ്പോൾ ഭർത്താവിൻ്റെ കൂടെ ജോലിയെടുത്ത് ഒന്നിക്ക് ജീവിക്കുന്നുണ്ട്. എൻ്റെ മക്കൾക്കെല്ലാം ജോലി കിട്ടി. ഭർത്താവ് മരിച്ച് ഇപ്പോൾ 3 പെൺമക്കളാണുള്ളത്. എനിക്ക് കാലിന് സുഖമില്ല. ഇപ്പോൾ മക്കൾ 3 ജോലി എടുത്തിട്ട് ഇപ്പോൾ ഞാൻ ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും ഉയർന്നുകൊണ്ട് പോകാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. ഇനിയൊരു സന്താനവും കല്യാണ യോഗലാവാൻ വേണ്ടി മക്കൾക്ക് ഒരു നല്ല ജീവിതം കൊടുക്കാനും എനിക്ക് വിശ്വാസമുണ്ട്. ഇനി അടുത്ത വരുന്ന കുട്ടികളെയും കൂട്ടി ഞാനിവിടെ വരും. അതാണ്, ഇനിയും കുട്ടികളെയും കൂട്ടി ഇവരൊക്കെ വരുമെന്ന് തന്നെയാണ് പറയുന്നത്. ചേച്ചി പറയുന്നത് കേട്ടോ. ചേച്ചിയുടെ കുടുംബത്തിലെ മക്കളൊക്കെ നല്ല ഗതിയിൽ എത്താൻ വേണ്ടിയാണ് അമ്മമാരാണ് ഏറ്റവും പ്രധാനമായി വരിക. അമലെ, ഇങ്ങനെ നിന്നാ മതിയോ? നമ്മുടെ കാസർഗോഡുകാരെ കണ്ടില്ലേ? കാസർഗോഡുകാർ മാത്രമല്ല. അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. കാസർഗോഡ് ബേക്കൽ കോട്ടയിൽ നിന്ന് ഇവിടെ എത്തിയ ഒരു സംഘം ആൾക്കാരാണ് അമലെ. അപ്പോൾ ഇവർക്ക് ശേഷം നമുക്കൊരു ആരെയോ കണ്ടു, ഒരു പ്രത്യേകതയുള്ള എന്തോ ഒരു കാര്യം ഒപ്പിച്ചിട്ടുണ്ട്. ഭക്തരാണ്, മാത്രമല്ല നന്നായിട്ട് പാട്ട് പാടുകയും ചെയ്യും. അദ്ദേഹത്തിന്റെ എഴുതിയ ഒരു അമ്മയെക്കുറിച്ചുള്ള ഭജന പാടിക്കും. ആറ്റുകാലമ്മേ ആറ്റുകാലമ്മേ ആറ്റുകാൽ അംബികേ ശ്രീവിദ്യാബുദ്ധി പ്രകാശിനി അമ്മ നവവിധ പൊങ്കാല പ്രിയങ്കരി ഭവഭഞ്ജിനി മനോരഞ്ജിനി അമ്മ ലളിതാംബികേ ദേവി അമ്മ ജഗദീശ്വരി അമ്മ ആറ്റുകാലമ്മേ ആറ്റുകാലമ്മേ ആറ്റുകാൽ അംബികേ. ഇതുപോലെ ഒരുപാട് ആളുകളുണ്ട്. അതാണ് സ്ഥിരമായി കഴിഞ്ഞ തവണയും നമ്മൾ വന്നപ്പോൾ കണ്ട ഒരു ആളാണ്. കഴിഞ്ഞ തവണയും നമുക്ക് ഇതുപോലെ പാട്ട് പാടിത്തന്ന ആളുകളാണ്. എന്നാലും ഈ തിരക്ക് കണ്ടോ മൂട്ടി? അതായത് ഇതുവരെയും തീരുന്നില്ല. നമ്മൾ രാവിലെ 7 മണിക്ക് കണ്ട അതേ തിരക്ക് ഇനിയിപ്പോൾ 2 ദിവസം കൂടെ കഴിയുമ്പോൾ എന്താകും അവസ്ഥ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതിന് പക്ഷേ എത്രത്തോളം ആളുകൾ വന്നാലും ഉൾക്കൊള്ളാൻ പരുവത്തിന് തിരുവനന്തപുരം തയ്യാറായി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. കാരണം എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി. മോദി നേരത്തെ പറഞ്ഞ പോലെ ഈ ചെറിയ റോഡിന്റെ പ്രശ്നം മാത്രമാണ് ഇനി നമുക്ക് തീർക്കാൻ ബാക്കിയുള്ളത്. ബാക്കിയെല്ലാം നല്ല ഒരു ദൃശ്യം അവിടെ ഉള്ളതെന്ന് വെച്ചാൽ അവിടെ നാരങ്ങ വിളക്ക് ഉണ്ട്. നല്ല ഞാനിങ്ങനെ മറ്റു ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അധികം കണ്ടുവരില്ല. ഈ അമ്പലത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ടല്ലോ. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അമ്പലത്തിൽ ഉത്സവം തുടങ്ങുന്നത് കൊടിയേറ്റിലാണ്. ഇവിടെ എങ്ങനെയല്ലോ, കാപ്പുകെട്ടാണ്. കാപ്പ് കെട്ടിയാണ് തുടങ്ങുന്നത്.
അപ്പോൾ 2 കാപ്പുകൾ, ഒരു കാപ്പ് മേൽശാന്തിയും ഒരു കാപ്പ് ദേവിയുടെ ഉടവാളിലും ഇട്ട് കൊടുത്താണ് ഇവിടുത്തെ ചടങ്ങ് തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് വന്നെങ്കിൽ ഇത് ആദ്യത്തെ എന്താ സംഭവം ഒരു പിടിയും കിട്ടില്ല. അല്ല, എനിക്കും ഇത് അറിയില്ലായിരുന്നു. തിരുവനന്തപുരത്ത് വരുമ്പോൾ എനിക്കും അറിയില്ലായിരുന്നു. പിന്നീടാണ് മനസ്സിലായത്. നമുക്കൊക്കെ ഈ പറഞ്ഞ പോലെ അമൽ പറഞ്ഞ പോലെ കൊടിയേറ്റാണ്, അതിന് ഒരു പ്രത്യേക ചടങ്ങുകളാണ്. പക്ഷേ ഈ കാപ്പ് കെട്ടുന്നത് അത് വ്യത്യസ്തമായ ചടങ്ങാണ്. ഈ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന നല്ല രസമുള്ളൊരു കാഴ്ചയാണ് ദൂരെ നിന്ന്. ഇപ്പോഴത്തെ ഈ പുതിയ പിള്ളേരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു റീൽസ്, അവർക്ക് റീൽസിനുള്ള ഒരു കണ്ടന്റാണ്. സാധ്യത കൂടിയുണ്ട്, റീൽസ് സാധ്യത കൂടിയുണ്ട്. പക്ഷെ അതിമനോഹരമാണ്. ഭക്തി നിർഭരമായി എല്ലാവരും ഇവിടെ നാരങ്ങ വിളക്ക് സമർപ്പിക്കുന്ന കാഴ്ചയാണല്ലേ. അതായത് നാരങ്ങ അതിന്റെ ഉള്ളിലെ ഇത് പിഴിഞ്ഞു കളഞ്ഞതിന് ശേഷം അതിന്റെ തൊണ്ട് തിരിച്ചു മടക്കി അതിൽ എണ്ണ ഒഴിച്ച് കത്തിക്കുകയാണ്. അതിനുള്ളിലേക്ക് തിരിച്ചാക്കി അതിനുള്ളിലേക്ക് എണ്ണ ഒഴിച്ച് കത്തിച്ച് നിറയെ ഇങ്ങനെ വെക്കും. നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. അതെ അതെ അതെ. കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു സന്ധ്യ സമയമാകുമ്പോൾ കുറച്ച് കൂടുതൽ ഭംഗിയായിരിക്കും. ഇനി എന്തായാലും വരും ദിവസങ്ങളിലെ തിരക്കാണ്. അതായത് ആളുകൾ പല ഭാഗങ്ങളിൽ ഈ കോവിഡിൻ്റെ 2-3 വർഷം കാലം ഈ പൊങ്കാല ഇടാൻ പറ്റാതിരുന്ന ആളുകൾ ഒരുമിച്ചെത്തിയപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ വിചാരിച്ചു കഴിഞ്ഞ തവണയായിരിക്കും തിരക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ കഴിഞ്ഞ തവണത്തേതിലും കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത, ഇവിടെ ഈ ഇത്രയധികം ആളുകളെ കൈകാര്യം ചെയ്യുന്ന ഒരു ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ് ഒരു വനിതയാണ്. അതുകൂടി അല്ലാതെ അങ്ങനെ വേണമല്ലോ അല്ലേ. പക്ഷെ ഇത്രയും കാലം അങ്ങനെ ആയിരുന്നില്ല. ഇത്തവണയാണ് അങ്ങനെ ഒരു വനിതയെ ആ സ്ഥാനത്തേക്ക് ഏൽപ്പിക്കുന്നത്. അവർ നല്ല വൃത്തിയായി കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന നടപ്പന്തൽ ഇതിന് തൊട്ട് പിന്നിൽ ഇത് താൽക്കാലികമായുള്ള പന്തലാണ്, അത് സ്ഥിരം പന്തലാണ്. ഈ പന്തല് ഇപ്പോൾ കാര്യമാണ്, പക്ഷേ 2 ദിവസം കഴിഞ്ഞ് വരുമ്പോൾ അവസ്ഥ ഇതായിരിക്കില്ല. നിറഞ്ഞ് കവിഞ്ഞ ആറ്റുകാൽ, അങ്ങനെ നമുക്ക് പറയാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് കുറച്ച് സമയം കൂടിയൊക്കെ കഴിയുമ്പോഴേക്കും ഇതൊക്കെ ഇങ്ങനെ തിരക്ക് കൂടി നിറഞ്ഞ് കവിയുന്ന ഒരു അവസ്ഥയിലേക്ക് വരും അല്ലേ. നമ്മൾ നേരത്തെ നമ്മുടെ സഹകരണ ബാങ്കിൻ്റെ ഈ പറഞ്ഞ ദോഷവശങ്ങളൊക്കെ മാറ്റി നിർത്തി കുറച്ച് മികച്ച കാര്യങ്ങൾ ചെയ്യുന്ന ബാങ്കുകളെ ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ബാങ്കിൻ്റെ കാര്യം കൂടി പറയാനുണ്ട് അമൽ. അതേതെന്നറിയോ, ഈ മസിനഗുഡി വഴി ഊട്ടിക്ക് പോകുന്ന ഒരു കാലമാണല്ലോ ഇപ്പോൾ. അപ്പോൾ ഈ ചിക്കമംഗ്ലൂർ, ഊട്ടി, കൂർഗ് ഇങ്ങനെ യാത്രയെ ഇഷ്ടപ്പെടാത്ത മനുഷ്യരില്ല. അപ്പോൾ ഈ യാത്രയെ ഇഷ്ടപ്പെടുന്ന മനുഷ്യർക്കായി കുറഞ്ഞ ചെലവിൽ യാത്ര പോയി വരാനുള്ളൊരു സംവിധാനം കൂടി ഇതിനുണ്ട്. അപ്പോൾ അത് ഏതാണ് സഹകരണ ബാങ്ക് എന്ന് നോക്കിയാലോ നമുക്ക്. എന്താ അമൽ എന്താ പറയാമെന്ന് എല്ലാ ദിവസവും മോത്തിയെ പ്രേക്ഷകർ കാണുന്നത് നേരെ നിന്ന് ഇങ്ങനെ വാർത്ത വായിക്കുന്ന മോത്തിയാണെങ്കിൽ ഇന്നിപ്പോ ഫോണിൽ നോക്കി വാർത്ത വായിക്കുന്നു എന്നൊരു പ്രശ്നമുണ്ട്. സാധാരണക്കാരായ ആളുകൾ വിചാരിക്കും ഇവര് അല്ലാത്ത ദിവസം ഇത് കാണാതെ പഠിച്ച് പറയുകയാണോ എന്ന് വിചാരിക്കും. ഇന്ന് മോത്തിക്ക് പ്രോമീറ്റർ ഇല്ല, അല്ലെങ്കിൽ നേരെ നോക്കി ക്യാമറയിൽ നോക്കി മുന്നിൽ എഴുതി കാണിക്കുന്നത് വായിക്കാമായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ ആറ്റുകാലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് അവിടെ നിന്ന് ഫോണിൽ അയച്ചു കൊടുക്കുന്നത് എടുത്താണ് മോത്തി വായിക്കുന്നത്. അതിന്റെ പ്രശ്നമാണ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? അവസരം കിട്ടിയപ്പോ എനിക്കിട്ടൊരെണ്ണം വെച്ചതാണ്. നിങ്ങൾ കാര്യമാക്കണ്ട, ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് ഞാനങ്ങ് ക്ഷമിച്ചു. പിന്നെ നമ്മുടെ അമലല്ലേ വിട്ടുകളല്ലേ.